എന്തോ കുഴപ്പമുണ്ടെന്ന് ജീവനക്കാർക്ക് പെട്ടെന്ന് മനസ്സിലായി. പക്ഷേ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ഒരു നിമിഷം അവരെല്ലാവരും പകച്ചു നിന്നുപോയി. നമസ്കാരം. പ്രശ്നപരിഹാരം എന്ന ടോപ്പിക്കുമായി നിങ്ങളുടെ മുന്നിൽ ഗോപിക. ജീവനക്കാർക്കിടയിൽ മല്ലിക ജഗത് എന്ന 24-കാരിയായ ബാങ്ക്വറ്റ് മാനേജർ വാതിലുകൾ പൂട്ടി ലൈറ്റ് ഓഫ് ചെയ്തു. കയ്യിലുള്ള മൊബൈൽ ഫോൺസ് ഉപയോഗിക്കരുത് എന്നും എല്ലാവരോടും നിശബ്ദമായി മേശയ്ക്കിടയിൽ കിടക്കുവാനും അവർ ആവശ്യപ്പെട്ടു. കുടുംബങ്ങൾക്കുള്ള അപകട സാധ്യത കുറയ്ക്കുന്നതിന് ഭാര്യാഭർത്താക്കന്മാരോട് വേർപിരിഞ്ഞിരിക്കാൻ അവർ ആവശ്യപ്പെട്ടു. ഏതെങ്കിലും കല്യാണ വീടുകളിൽ പരിപാടികളോടനുബന്ധിച്ച് പടക്കങ്ങൾ പൊട്ടിക്കുന്നതിൻ്റെ ശബ്ദമല്ല ഇതെന്ന് ജീവനക്കാർ മനസ്സിലാക്കിയെടുത്തു നിന്നാണ് പെട്ടെന്നുള്ള ഇത്തരം തീരുമാനങ്ങളുണ്ടായത്. അന്നു രാത്രി മുഴുവൻ എല്ലാ അതിഥികൾക്കുമുള്ള വെള്ളവും അവരുടെ മറ്റ് ആവശ്യങ്ങളും ചെയ്തു കൊടുത്ത് സംഘം അവരുടെ കൂടെ തന്നെ തങ്ങി. അടുത്ത ദിവസം ഇന്ത്യൻ സേനയുടെ സഹായത്തോടെ എല്ലാ ഗസ്റ്റിനെയും ജനൽ വഴി ഒരു ലാഡറിട്ട് പുറത്തിറക്കി. അതെൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. മുറിയിലെ ഏറ്റവും കുറഞ്ഞ പ്രായമുള്ള വ്യക്തി ഞാനായിരിക്കാം, പക്ഷേ ഞാൻ അപ്പോഴും എൻ്റെ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. 2008 നവംബർ 26 മുംബൈയിലെ താജ് ഹോട്ടലിൽ നടന്ന തീവ്രവാദ ആക്രമണത്തെക്കുറിച്ചും അതിനെ നേരിട്ട് ആ പ്രശ്നത്തെ പരിഹരിച്ച് അവിടുത്തെ ജീവനക്കാരിയായ മല്ലിക ജഗത്തിനെ കുറിച്ചുമാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. പ്രശ്നങ്ങളില്ലാത്തതായി ആരുമില്ല ഈ ഭൂമിയിൽ. ഒരു പക്ഷേ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? പല പ്രശ്നങ്ങളാണ് പിന്നീട് ലക്ഷ്യങ്ങളായി മാറുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? പലപ്പോഴും ജീവിതത്തിലുണ്ടാവുന്ന പല പ്രശ്നങ്ങളും നമുക്ക് തലവേദനയായി മാറാറുണ്ട്. എന്നാൽ ഈ തലവേദനയെ പിന്നീട് ആസ്വദിക്കാനും ഈ പ്രശ്നങ്ങൾ പണ്ടുണ്ടായതുകൊണ്ടാണ് ഇന്നത്തെ ഞാൻ ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ള റിയലൈസേഷൻസ് നമ്മൾ നടത്താറുണ്ട്. ഞാനൊരു പാവപ്പെട്ടവനാകട്ടെ, പണക്കാരനാകട്ടെ, എൻ്റെ മതം ഏതുമാകട്ടെ, ഞാൻ ചെയ്യുന്ന ജോലി എന്തുമാകട്ടെ, പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ എനിക്ക് സാധിക്കില്ല. മുഴുവനുമായിട്ട് ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന് വേണം പറയാൻ. പ്രോബ്ലംസ് ആർ ഇന്നെവിറ്റബിൾ. അതായത് വി കനോട്ട് അവോയ്ഡ് ഡിഫിക്കൽട്ടീസ് ഓർ ഓബ്സ്റ്റക്കിൾസ് ഇൻ അവർ ലൈഫ്. പ്രശ്നത്തെ പ്രശ്നമായി കാണുന്നതിനോടൊപ്പം തന്നെ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാനും നിങ്ങൾക്ക് സാധിക്കണം. എങ്കിൽ നിങ്ങൾ വിജയിച്ചു. പ്രശ്ന പരിഹാരം എന്ന കോൺസെപ്റ്റിന് നിരവധി പ്രോസസ്സുകളുണ്ട്. ആ പ്രോസസ്സുകളിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ പരിഹരിക്കപ്പെടുന്നത്. വളരെ പക്വതയോടെ മല്ലിക നേരിട്ട ആ പ്രശ്നത്തെ അവൾ വിലയിരുത്തുന്നു. ആദ്യം തന്നെ പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി എന്ത് നടപടിയാണ് എടുക്കേണ്ടത് എന്നും എങ്ങനെ പ്രശ്നത്തെ സോൾവ് ചെയ്യാമെന്നും അവർ മനസ്സിലാക്കുന്നു. കണ്ടുപിടിച്ച പരിഹാരത്തെ അവർ അവിടെയുള്ള ഗസ്റ്റുകളുടെയും മറ്റ് സ്റ്റാഫുകളുടെയും സഹായത്തോടെ ഇംപ്ലിമെൻ്റ് ചെയ്തു. ഒരു രാത്രി മുഴുവൻ ബോംബേറുകളുടെയും തോക്കിൻ വെടിയുണ്ടകളുടെയും ശബ്ദം കേട്ട് കിടന്ന് പരിഹരിച്ച കാര്യങ്ങളെ വിലയിരുത്തി ജീവന് ഒട്ടും അപായം വരാത്ത രീതിയിൽ അവരെ പുറത്തിറക്കാമെന്ന് ആലോചിക്കുന്നു. അത് നടപ്പാക്കുന്നു. ധീരത, അർപ്പണബോധം എന്ന ആശയങ്ങളോടൊപ്പം തന്നെ ആ കുട്ടിയിൽ ഉണ്ടായ പ്രോബ്ലം സോൾവിങ് കപ്പബിലിറ്റി പറയാതിരിക്കാൻ വയ്യ, അല്ലേ? ഇന്ത്യൻ ആർമിയിലെ ഒരു ഉദ്യോഗസ്ഥൻ സ്വന്തം നാടിനെ രക്ഷിക്കാനായി എടുക്കുന്ന തീരുമാനങ്ങൾ പോലെ വളരെ പ്രിസൈസായിട്ട് അന്ന് ആ 24 വയസ്സുകാരിയായ ഗ്രാമത്തിൽ ജനിച്ച് പഠിച്ചു വന്ന ആ പെൺകുട്ടിക്ക് സാധിക്കുന്നു. ഗസ്റ്റുകളുടെ ജീവൻ രക്ഷിക്കാനായി ഈ പെൺകുട്ടിയെ പോലെ തന്നെ പല കാര്യങ്ങൾ ചെയ്ത് മറ്റ് ജീവനക്കാരുണ്ട്. അവരിൽ പലരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെടുത്ത നയങ്ങൾ, അവർ അതിനു വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം അപ്രീഷിയേറ്റബിൾ ആണ്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു മല്ലിക ജഗത്തുണ്ട്. അതിനെ പുറത്തെടുത്താൽ മതി, എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും. പിന്നീട് ഉണ്ടായ പ്രശ്നങ്ങൾക്ക് നന്ദി പറയുന്ന വ്യക്തികളായിട്ട് നമുക്ക് നമ്മളെ തന്നെ കാണാനായി സാധിക്കും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി.